ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യഭാമയുടെ വാശി ഇതുവരെ അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. എന്തു വന്നാലും ശാലിനിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ഭാമ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ ആർക്കും എന്തും സംഭവിച്ചാലും ശരി, ശാലിനിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യില്ല, ശാലിനിയുടെ മുന്നിൽ താഴെത്തൂല്ല എന്ന രീതിയിലാണ് ഭാമയുടെ സംസാരം. ഭാമയുടെ സംസാരം കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഭാമയുടെ മുന്നിൽ അത് പ്രകടമാക്കുന്നില്ല. രോഹിത് ആണെങ്കിൽ ഡോക്ടറിന് ഫീസ് കൊടുക്കാനായി താഴേക്ക് പോകുന്നു. വിഷ്ണുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ഭാമയും താഴേക്ക് പോകുന്നുണ്ട്. ശ്യാമ ഇപ്പോൾ അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. വളരെ സങ്കടത്തോടെ വിഷ്ണുവും പോകുന്നു. പൊന്നിയും കാർത്തികയും ശ്യാമയുടെ അരികിലുണ്ട്. ഇതേസമയം വിഷ്ണു കാറിന്റെ അരികിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ രോഹിത് ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ശ്യാമയാണെങ്കിൽ അതേ കിടപ്പ് തന്നെയാണ്. കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുന്നു. ശ്യാമ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്ക് ശ്യാമ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞേച്ചി എന്ന്. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രമാണ് ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്യാമ ഇത് കഴിക്ക് ശ്യാമ എന്ന് രോഹിത് പറയുന്നുണ്ട്. കുഞ്ഞേച്ചി വരും ശ്യാമ എന്ന് രോഹിത് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കഞ്ഞി കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മുഖം കൊണ്ട് ആ സ്പൂൺ തട്ടിക്കളയുകയാണ് ശ്യാമ. ശ്യാമക്കുഞ്ഞ് എന്ന് പറഞ്ഞ് പൊന്നി അവിടേക്ക് വന്നു. എന്തെങ്കിലും കഴിച്ചോ എന്നെ പൊന്നി ചോദിക്കുന്നു. സത്യമേ, ഞാനും എത്ര തവണ ശ്രമിച്ചു നോക്കിയതാ, ഒരു രക്ഷയുമില്ല എന്ന് പൊന്നി പറയുന്നു. ദേ പാപ്പിമോൾ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വിടണ്ട എന്ന് രാഘവൻ സാറ് പറഞ്ഞു. കാര്യങ്ങൾ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശ്യാമക്കുഞ്ഞിനെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അമ്മയെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ സങ്കടമാവുമെന്ന് അവക്ക് പക്ഷേ ഇപ്പോൾ സംശയമുണ്ടെന്ന് തോന്നുന്നു. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് ഇപ്പോഴും. കുഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വാ, വെറുതെ കരയിക്കണ്ട, എപ്പോഴായാലും കാണിക്കണ്ട എന്നൊക്കെ പൊന്നി പറയുകയാണ് രോഹിത്തിനോട്. അത് ഇങ്ങത്താ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കയ്യിൽ നിന്നും ആ കഞ്ഞി വാങ്ങി. വിഷമത്തോടെ രോഹിത് ശ്യാമയെ ഒന്ന് നോക്കിയിട്ട് രോഹിത് കുഞ്ഞിനെ പപ്പിയെ വിളിക്കാനായി പോകുന്നു. ഈ സമയം ഭാമ പൊന്നിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നി താഴേക്ക് പോകുന്നു. എന്നെ വിട്, എന്നെ എന്താ അമ്മയുടെ അടുത്തേക്ക് വിടാത്തത്, എന്നെ വിട്, ഞാനൊന്നും ചെയ്യില്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പപ്പി ഇപ്പോൾ ശ്യാമയുടെ അരികിലേക്ക് ഓടിയെത്തി. അമ്മയെ എന്ന് പറഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ രോഹിതും ഉണ്ടായിരുന്നു. അമ്മയുടെ ഈ കിടപ്പ് കണ്ടിട്ട് പപ്പിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ. വല്ലാത്ത സങ്കടം. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ടെൻഷനോട് ചോദിക്കുന്നു. അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞില്ലേ മോളെ എന്ന് രോഹിത് പറയുമ്പോൾ പപ്പി ഇങ്ങനെ ചോദിക്കുന്നു, എന്ത് അസുഖം, പറ അച്ഛാ, എന്ത് അസുഖമാ, പനിയാണോ എന്നൊക്കെ പപ്പി ചോദിക്കുമ്പോൾ പനി പോലെ ഒരു അസുഖം എന്ന് രോഹിത് പറയുന്നുണ്ട്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിക്കുകയാണ് പപ്പി. എന്നാൽ ശ്യാമ വിളി കേൾക്കുന്നില്ല. അമ്മ എന്താ വിളി കേൾക്കുന്നില്ല, വിളി എന്താ കേൾക്കാത്തത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞില്ലേ മോളെ എന്ന് രോഹിത് പറയുന്നു. അമ്മയ്ക്ക് എന്താ മിണ്ടാനും പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട് പപ്പി. കുറച്ചേ മിണ്ടു എന്ന് രോഹിത് പറയുന്നു. പപ്പി ശ്യാമയോട് അവസാനം പറഞ്ഞിട്ട് പോയ ആ വാക്ക് ആലോചിക്കുകയാണ്. നോക്കിക്കോ, ഇനി ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനമായി പപ്പി ശ്യാമയുടെ അടുത്ത് നിന്ന് പോയത്. അമ്മയോട് ഞാൻ പിണങ്ങിപ്പോയതാണ് അമ്മ, ഇനി എന്നോട് ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പപ്പി ചോദിക്കുന്നു. മിണ്ടും മോളെ, അമ്മയുടെ അസുഖം ഭേദമായിക്കോട്ടെ എന്ന് രോഹിത്. എപ്പോഴാണ് ഭേദമാകുന്നത് എന്ന് സങ്കടത്തോടെ പപ്പി ചോദിക്കുന്നു. അതിന് ഒരാൾ വരണം എന്ന് രോഹിത് പറയുമ്പോൾ ആര് എന്ന് ചോദിക്കുകയാണ് പപ്പി. ശ്യാമയുടെ കുഞ്ഞേച്ചി എന്ന് രോഹിത് പറയുമ്പോൾ കുഞ്ഞേച്ചിയോ എന്ന് പപ്പി ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നു. അമ്മ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഞ്ഞേച്ചി വരണം, കുഞ്ഞേച്ചിയുടെ പേര് മാത്രമേ അമ്മ പറയുന്നുള്ളൂ എന്നൊക്കെ രോഹിത് പറയുമ്പോൾ പപ്പി ചോദിക്കുന്നു, അത്രയ്ക്ക് സ്നേഹമാണോ, എന്നാ അമ്മയുടെ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വിളിക്കണം. ആ സമയം ഭാമ അവിടേക്ക് വന്നു. അത് സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് രോഹിത് പറയുന്നുണ്ട്. എന്നാ അമ്മയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പപ്പി പറയുന്നു. അമ്മയുടെ കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് പപ്പി പറയുമ്പോൾ ദേഷ്യത്തോടെ പപ്പി എന്ന് വിളിക്കുകയാണ് ഭാമ. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു, പോ അവിടുന്ന് എന്ന് ദേഷ്യത്തോടെ സത്യഭാമ പപ്പിയോട് പറയുന്നു. രോഹിത്തെ കൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്തിക്കോണം, വലിയ കാര്യങ്ങൾ മുതിർന്നവർ തീരുമാനിക്കും, പോകാൻ എന്ന് ദേഷ്യത്തോടെ സത്യഭാമ പപ്പിയോട് പറയുന്നുണ്ട്. അങ്ങനെ പപ്പി ഇപ്പോൾ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ശ്യാമയുടെ അരികിൽ ആ ചെയറിൽ ഇരിക്കുകയാണ് ഭാമ. ശ്യാമയുടെ കൈകളിലേക്ക് പിടിച്ചു. ഈ സമയം രാഘവനോട് പിള്ളച്ചേട്ടൻ പറയുന്നു, സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അഹിതമായിട്ടൊന്നും തോന്നരുത്, താൻ പറയടോ, പറയുന്നതാണോ അഹിതം, ഇവിടെ നടക്കുന്നതല്ലേ എന്ന് രോഹിത് പറയുന്നു. ആ സമയം പപ്പി ഒരു പാവയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാ സാറേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീട്ടിൽ എന്തൊക്കെയാ സാറേ നടക്കുന്നത് എന്നെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ രാഘവൻ പറയുന്നു, അത് ഭഗവാന് മാത്രം അറിയാം. പിള്ളച്ചേട്ടൻ വീണ്ടും പറയുന്നു, അത് തന്നെയാ സാറേ ഞാനും പറഞ്ഞു വരുന്നത്, ഭഗവാൻ അറിയാവുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. എടോ ഇയാൾ എന്താണോ ഈ പറയുന്നത് എന്ന് രാഘവൻ. സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ ഇവിടെ സംഭവിക്കുന്നത്? വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയിട്ട് 6 വർഷമായി. അത് തിരിച്ചു വന്നു കയ്യെത്തും ദൂരത്ത്. എന്നിട്ട് ഈ വീട്ടിൽ വന്നതുപോലെ ഇറങ്ങി പോകേണ്ടി വന്നില്ലേ?
പിന്നെ പലതവണ കയറി വന്നിട്ടും ആട്ടി ഇറക്കി വിട്ടു. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ സാറേ? സമയദോഷം. എന്നിട്ട് വന്ന് മഹാലക്ഷ്മി ഒരിക്കലും ഈ വീടിന്റെ പടി കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇതിനിടയിൽ സാറ് മരണത്തെ വരെ മുഖാമുഖം കണ്ടു. വിഷ്ണു കുഞ്ഞിനാണെങ്കിൽ മനപ്രയാസം ഒഴിഞ്ഞ ഒരു സമയമുണ്ടോ? ഇപ്പോതെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടും ആ മുഖം ഒന്ന് തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പതേ ശ്യാമകുഞ്ഞിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ആ ശരീരത്ത് ജീവൻ ഉണ്ട് എന്നേ ഉള്ളൂ. മുൻപൊരാൾ ഇവിടെ ഇതുപോലെ കിടന്നത് സാറിന് ഓർമ്മയില്ലേ? ആ സമയം പ്രീതി ഓർക്കുകയാണ് രാഘവൻ. എടോ പിള്ളേ, താൻ എന്താടോ ഈ പറഞ്ഞു വരുന്നത് എന്ന് രാഘവൻ. സാറേ, തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ശാപങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് ഈ വീടിന്റെ അടിത്തട്ടിൽ. അതൊക്കെ ഓരോന്നായി ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സുമംഗലികളുടെ കണ്ണുനീര് വീണ് കുതിർന്ന തറയാണ് ഇത്. ഇവിടുത്തെ ഓരോ മുറിയിലും അവരുടെ നെടുവീർപ്പുകളുണ്ട്. പിന്നെ സത്യാമ്മ നടത്തുന്ന ഓരോ ന്യായങ്ങൾ, അതിൽ ചിലപ്പോൾ നിരപരാധികളുടെ ശാപം കൂടി വന്നു ഭവിക്കുന്നത് ഈ വീടിന്റെ നെഞ്ചത്താണ് സാറേ എന്നൊക്കെ പിള്ളച്ചേട്ടൻ. എടോ, അതിനിപ്പോൾ എന്തോ ചെയ്യണമെന്നായി പറയുന്നത് എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു, സമസ്താപരാധവും അമ്മനു മുമ്പിൽ പറഞ്ഞ് തെരുവിൽ ഭിക്ഷ എടുക്കണം. അതുകൊണ്ട് ഈ ദോഷം മാറും എന്ന് പിള്ളച്ചേട്ടൻ. അതെന്താ അമ്മന് മുമ്പിൽ അപരാധം തുറന്നു പറഞ്ഞ് ഭിക്ഷ എടുക്കാനോ എന്ന് രാഘവൻ ചോദിക്കുന്നു. ഇതെല്ലാം പപ്പി കേൾക്കുന്നുണ്ടായിരുന്നു, തൊട്ടരികിൽ തന്നെ ഇരുന്ന്. അമ്മൻ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി. ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയണം. എന്നിട്ട് കീറ തുണിയെടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ഭിക്ഷ എടുക്കണം. എന്നിട്ട് കിട്ടുന്ന നാണത്തുട്ടുകൾ അമ്മന്റെ ഭണ്ഡാരത്തിലേക്ക് ഇടണം. അരമനയിൽ നിന്ന് തെരുഭീതിയിലേക്ക് ഇറങ്ങിയ ആ പ്രാർത്ഥന അമ്മൻ കേൾക്കാതിരിക്കില്ല. ഭദ്രകാളിക്ക് കുരുതിയേക്കാൾ ഇഷ്ടമാണ് ആ പ്രാർത്ഥന എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ രാഘവൻ പറയുന്നു, എടോ പിള്ളേ, കന്യാകുമാരിയിലെ കുട്ടിക്കാലം താൻ ഇതുവരെ മറന്നിട്ടില്ലല്ലേ? കന്യാകുമാരിയിലായാലും കേരളത്തിലായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപോലെ അല്ലേ സാറേ എന്ന് പിള്ളച്ചേട്ടൻ. എന്നാലേ പ്രാർത്ഥന പല രീതിയിലാണ്. ശ്യാമയെ സുഖപ്പെടുത്താൻ കുരുതിയും ഭിക്ഷയുമല്ല, ഇവിടെ ചികിത്സയും മരുന്നുമുണ്ട്. ഇത് കേട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, സാറേ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. രാഘവൻ അവിടെ നിന്ന് എണീച്ചു. ആലോചിക്കാനൊന്നുമില്ല, ഇയാളൊന്ന് പോയേ. ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പോലും സമാധാനം തരുന്നില്ല, പിന്നെയാണിതൊക്കെ എന്ന് പറഞ്ഞ് രാഘവൻ അവിടെ നിന്ന് പോകുന്നു. പറയുന്നത് മനസ്സിലാകാത്തത് മറ്റൊരു സമയദോഷം എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു. ശ്യാമകുഞ്ഞ് എത്രയും പെട്ടെന്ന് സുഖമായി വരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ എന്നൊക്കെ പിള്ളച്ചേട്ടൻ ഇങ്ങനെ പറയുന്നു. ജലപാനം പോലും ഇല്ലാതെ എത്ര കാലമാണ് പ്രീതി കുഞ്ഞ് കിടന്നത്? ശ്യാമകുഞ്ഞിന് ഇനി എത്ര കാലമാണോ എന്തോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നെടുവീർപ്പുമിട്ട് പിള്ളച്ചേട്ടൻ അങ്ങനെ പോകാൻ തുടങ്ങുന്നു. പപ്പിമോളെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് പിള്ളച്ചേട്ടൻ പോയത്. പപ്പി ഇങ്ങനെ ആലോചിക്കുന്നു, കാളിക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഭിക്ഷ എടുക്കണം. പിന്നീട് കാണിക്കുന്നത് യൂണിഫോമിൽ തന്നെ കാളിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയായിരുന്നു പപ്പി. എന്നിട്ട് അവിടെ നിന്ന് തൊഴുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. കാളിയമ്മയെ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ കാളിയമ്മേ, മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ല. അമ്മയുടെ കുഞ്ഞേച്ചി വന്നാലേ മരുന്നൊക്കെ കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. ഇങ്ങനെയൊന്നും കഴിക്കാതെ കിടന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എല്ലാവർക്കും പേടിയാണ്. അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറ്റല്ലേ കാളിയമ്മേ? എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് കാളിയമ്മേ. എൻ്റെ അമ്മയെ രക്ഷിക്കണേ കാളിയമ്മേ. അമ്മയുടെ കുഞ്ഞേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരണേ കാളിയമ്മേ. സത്യാമ്മയെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കണേ. ശാപങ്ങൾ മാറാൻ തെറ്റ് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ ഭിക്ഷ എടുക്കണമെന്നാണ് പിള്ളച്ചേട്ടൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഭിക്ഷ എടുക്കാൻ കാളിയമ്മേ. ശാപമൊക്കെ മാറ്റി തരണേ. എൻ്റെ അമ്മയെ സുഖമാക്കണേ. അമ്മയോട് പിണങ്ങി പോകുന്നതാണ് ഞാൻ. അമ്മ പിന്നെ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല, മോളേന്ന് വിളിച്ചിട്ടില്ല. അമ്മയെ കൊണ്ട് എന്നെ മോളേന്ന് വിളിപ്പിക്കണേ കാളിയമ്മേ. അമ്മയെ പഴയതുപോലെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കണേ എന്നൊക്കെ ഇങ്ങനെ പപ്പി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഭിക്ഷ എടുക്കാൻ കാളിയമ്മേ. അങ്ങനെ ഇപ്പോൾ ഭിക്ഷ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പപ്പി. യൂണിഫോമിന്റെ മുകളിൽ കൂടി മറ്റൊരു ഡ്രസ്സും ഇട്ട് ഒരു ഭിക്ഷപാത്രവുമായി തെരുവ് തോറും ഭിക്ഷ എടുക്കുകയാണ് പപ്പി. വലതും തരണേ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരയ്ക്ക് ആ പാത്രത്തിൽ ക്യാഷ്, കുറച്ച് നാണയങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ ഭിക്ഷ എടുത്ത് പോവുകയാണ് പപ്പി. അങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ ഇങ്ങനെ ഭിക്ഷ എടുത്ത് പോവുകയായിരുന്നു പപ്പിമോള്. ആ സമയത്ത് ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കാറ്. അയാൾക്കാണെങ്കിൽ സത്യഭാമയുടെ വീട് നന്നായിട്ടറിയാം. അയാളോടും പപ്പി ഭിക്ഷ ചോദിക്കുന്നു. അയാളാണെങ്കിൽ പപ്പിയെ നോക്കാതെ തന്നെ പപ്പി ഇങ്ങനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. പപ്പിയാണെങ്കിൽ അവിടുന്ന് പോയതുമില്ല. വീണ്ടും അയാളോട് ഇങ്ങനെ ചോദിക്കുന്നു, അങ്കിളെ എന്നൊക്കെ. പിന്നീട് ആ കുട്ടി പപ്പി അങ്ങോട്ട് പോകാത്തതിനാൽ അങ്ങോട്ട് പോകൊച്ചേ എന്ന് പറഞ്ഞ് പപ്പിയെ തള്ളിയിടുകയാണ് അയാൾ.
പപ്പിയാണെങ്കിൽ അവിടെ ചെന്ന് വീണു. അയ്യോ മോളെ എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് സരോജം അവിടേക്ക് വന്ന് പപ്പിയെ എഴുന്നേൽപ്പിച്ചു. പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ സരോജം പപ്പിയോട് പറഞ്ഞു. എന്താടോ ഇത്, കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരു കയ്യാങ്കളി എന്ന് സരോജം അയാളോട് ചോദിക്കുന്നുണ്ട്. ഈ കൊച്ച് എന്നിങ്ങനെ പറയുമ്പോൾ സരോജൻ ദേഷ്യത്തോടെ അയാളോട് ചോദിക്കുന്നു, കൊച്ചെന്താ തന്നോട് പിടിച്ചു പറിക്കാൻ വന്നോ അതോ കുത്തി കവർച്ച ചോദിക്കാൻ വന്നോ? അത് കേട്ട് അയാൾ പറയുന്നുണ്ട്, ഭിക്ഷ ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തുകയായിരുന്നോ ഈ നശ്രൂല, അവളുടെ വീട്ടിൽ നിന്നും എടുത്ത് തന്നതുപോലെ. വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടാണോടോ നിന്റെയൊക്കെ ഭാര്യയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞും പിള്ളേരുടെ പഠന ചെലവെന്ന് പറഞ്ഞ് വീട് വെക്കാൻ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പിന്നാലെ കൈയും കെട്ടി നടക്കുന്നത്. മെമ്പറിൻ്റെ അടുത്ത് ഞാൻ ഇതിന് വന്നിട്ടുണ്ട്, ആ സർക്കാരിൽ നിന്ന് കിട്ടുന്നതല്ലേ, മനസ്സുണ്ടെങ്കിൽ തന്നാ മതിയെന്ന് അയാൾ പറയുമ്പോൾ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് സരോജം. ഈ സമയം കൊണ്ട് പപ്പി തറയിൽ വീണ നാണയത്തൊട്ടെല്ലാം ആ പാത്രത്തിലേക്ക് എടുത്തിടുകയാണ്. എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ആരുടെ മുന്നിലെങ്കിലും കൈ നീട്ടുന്നവരല്ലേ, ആ നമ്മുടെ മുന്നിൽ ആരെങ്കിലും കൈ നീട്ടുമ്പോൾ മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട കേട്ടോടാ, അല്ലാതെ കയ്യാങ്കളിക്ക് നിന്നാലുണ്ടല്ലോ എനിക്ക് സരോജ മെമ്പർ പറയുമ്പോൾ അയാൾ പറയുന്നു, മെമ്പറെ ആരെങ്കിലും കണ്ടാ നാണക്കേടാ, അപ്പോൾ ഇത്തിരി പോന്ന ഈ കൊച്ചിനെ നാണക്കേടൊന്നുമില്ല അല്ലേടോ എന്ന് സരോജം. ഇനി മേലിൽ കുഞ്ഞുങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് നീ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും, ഓർത്തോ, സരോജ മെമ്പറായി പറയുന്നത്. പൊയ്ക്കോ എന്ന് പറഞ്ഞ് സരോജം അയാളെ പറഞ്ഞയച്ചു. മോളേതാ, മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എനിക്ക് സരോജം ചോദിക്കുകയാണ് പപ്പിയോട്. പപ്പി പറയുന്നു, ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നതാണ്. ഈ കുട്ടിയെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നല്ലോ, എന്താ മോളുടെ പേര് എന്ന് സരോജം ചോദിക്കുന്നു. പേര് എന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ ആലോചിക്കുന്നു. ഇതൊരു സ്കൂൾ യൂണിഫോം ആണല്ലോ, പക്ഷേ ഈ ഉടുപ്പ് അത് ആ ഐ ഡി കാർഡ് നോക്കുകയാണ് സരോജം. അതിൽ പത്മിനി എന്ന് എഴുതിയിരിക്കുന്നു. നല്ല ഒന്നാം തരം സ്കൂളിൽ പഠിക്കുന്ന മോൾ എന്തിനാ ഭിക്ഷ എടുക്കുന്നത്? പോട്ടെ, SR പത്മിനി എന്നല്ലേ പറഞ്ഞത്? ആരാ ഈ SMR എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നു, അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ്, രോഹിതും ശ്യാമയും. രോഹിതോ? മോളുടെ അച്ഛമ്മയുടെ പേര് എന്താണെന്ന് സരോജം ചോദിക്കുന്നു. പത്മാവതി, അച്ഛമ്മ മരിച്ചുപോയി, അച്ഛമ്മയുടെ ഓർമ്മയ്ക്കാണ് എനിക്ക് പത്മിനി എന്ന് പേരിട്ടത് എന്നൊക്കെ പപ്പി പറയുമ്പോൾ തൻ്റെ ആ പത്മിനിയെ, ആ പഴയ കാലത്തെ ആ ഒരു രോഹിതിൻ്റെ അമ്മയെ ഓർക്കുകയാണ് സരോജം. പെട്ടെന്ന് സരോജം വളരെ സങ്കടത്തോടെ പപ്പിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് കുറെ ചുംബനമൊക്കെ കൊടുത്തു. ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ കൊച്ചുമോളാണോ എന്ന് ചോദിക്കുന്നു. സത്യാമ്മയുടെ കൊച്ചുമോളല്ലേ, മോൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നത് എന്ന് സരോജം ചോദിക്കുന്നു. അങ്ങനെ വീട്ടിലുണ്ടായ സംഭവം സരോജത്തോട് പറയുകയാണ്. സത്യാമ്മയോട് പറഞ്ഞു കളയല്ലേ ആൻറ്റി ഈ കാര്യം, അമ്മയുടെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് പപ്പി. സത്യാമ്മ അറിഞ്ഞാൽ അടിച്ചിൻ്റെ തൊട പൊളിക്കൂ എന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് സരോജം വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.